നമസ്കാരം. തെക്കോടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ ഇത് ഇലക്ഷൻ സ്പെഷ്യലാണ്. ശ്രീ മാധവൻകുട്ടിയുടെ കൂടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പിന്റെ അസംബ്ലി തിരഞ്ഞെടുപ്പിന്റെ ഒരു അവലോകനം, അതായത് ഒരു റൗണ്ട് അപ്പ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പല ഇഷ്യൂസ് ഉണ്ടാകും. അപ്പൊ എനിക്ക് തോന്നിയത് ഇന്നലെ റംസാൻ ദിനത്തിൽ ശ്രീ ബിജെപിയുടെ ഗുരുവായൂർ കാൻഡിഡേറ്റായ ശ്രീ ഗോപാലകൃഷ്ണൻ ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് വീഡിയോ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ചെയ്തു. ഗുരുവായൂരിന് ഇതുവരെ ഒരു ഹിന്ദു MLA കിട്ടിയിട്ടില്ല, അതിനുവേണ്ടി അദ്ദേഹം നിൽക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇതുവരെ BJP പോലും അതുപോലെ പച്ചയ്ക്ക് പറയാത്ത ഒരു കമ്മ്യൂണൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ സാർ? ഇതെന്താണ് കാണിക്കുന്നത്? BJPയുടെ അതോ അവരുടെ ഒരു സ്ട്രാറ്റജിയാണോ? സ്ട്രാറ്റജി അല്ല, നമ്മളുടെ മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞ ഇന്ത്യയുടെ പ്രതിഫലനം. അതായത് 10 വർഷമായി നമ്മുടെ രാജ്യത്തെ സമസ്ത മണ്ഡലങ്ങളെയും ഗ്രസിച്ചിരിക്കുന്ന ഹിന്ദുത്വ കോർപ്പറേറ്റ് ഫാസിസ്റ്റ് പിടിയുടെ അതിന്റെ അധികാര പിടിയുടെ കേരളത്തിൽ കുറച്ച് വൈകി വന്നിട്ടുള്ള പ്രകടനം. ഇത് ദൈനംദിന സംഭവമാണ് വടക്കേ ഇന്ത്യയിൽ. ഞാൻ പറയണ്ട, ചെറിയാൻ എന്നേക്കാൾ നന്നായിട്ട് അറിയാം. ഉത്തർപ്രദേശിൽ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡിൽ, ബംഗാളിൽ, ഗുജറാത്തിൽ നിരവധി, ഇതിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വളരെ നഗ്നമായി അഴിഞ്ഞാടിയിരുന്ന പച്ച വർഗീയത ഇന്ന് കേരളത്തിൽ പറയാനുള്ള ധൈര്യവും അതിനുള്ള ആൾബലവും അതിനുള്ള ആയുധബലവും BJP, RSS, ഹിന്ദുത്വ ശക്തികൾ നേടിയിരിക്കുന്നു. അതാണ് ഗോപാലകൃഷ്ണന്റെ ഗുരുവായൂർ പ്രഖ്യാപനം. അത് ഇനിയും കണ്ണു തുറക്കാത്ത മലയാളികൾക്ക് അവർ എന്ത് രാഷ്ട്രീയ വിപത്തിനെയാണ് നേരിടുന്നത് എന്ന് ഇനിയും തിരിച്ചറിയാത്ത മതനിരപേക്ഷ സമാധാന പ്രേമികളായ മലയാളികൾക്കുള്ള കണ്ണു തുറപ്പിക്കുന്ന അവരുടെ ജീനിലുള്ള, മലയാളിയുടെ ജീനിലുള്ള മതസൗഹൃദത്തിന്റെയും സാമൂഹ്യ സമാധാനത്തെയും പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്ന, അതും ഗുരുവായൂർ പോലെ വളരെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകിച്ച് കേരളത്തിലെ ഭക്തജനങ്ങളുടെയും വിശ്വാസി സമൂഹത്തിന്റെയും വളരെ സെൻസിറ്റീവായിട്ടുള്ള, അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ലോലമായ ഒരു ഭക്തി വികാരം അതിവേഗം മനസ്സിലേക്ക് വരുന്ന ഗുരുവായൂർ എന്ന ക്ഷേത്ര നഗരി എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത്. ആ ക്ഷേത്ര നഗരിയിൽ വെച്ച് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും അദ്ദേഹം പലപ്പോഴും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വഷളൻ പ്രസ്താവനകളുടെ ചരിത്രമുള്ള വ്യക്തിയാണ് അദ്ദേഹം, ഗോപാലകൃഷ്ണൻ. എന്നാൽ ഇത് അദ്ദേഹത്തിന്റെ തന്നെ വൃത്തികേടുകളുടെ അവരുടെ സീമകൾ ലംഘിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ നിലവാരം വെച്ചുകൊണ്ട് പോലും നമുക്ക് അറപ്പ് തോന്നുന്ന ഒരു വർഗീയ പരാമർശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫ്രെയിമാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് ക്രിമിനൽ കുറ്റമാണ് നടന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക നടക്കുന്നതിന് മുൻപ് കേരളത്തിന്റെ ക്ഷേത്ര നഗരിയിൽ വന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇത്തരത്തിലുള്ള നീചമായ, വളരെ നഗ്നമായ ഒരു വിദ്വേഷ പ്രചരണം തുടങ്ങിയിട്ട് അത് കേരള സംസ്ഥാന പോലീസും ഇലക്ഷൻ കമ്മീഷനും കേന്ദ്ര ഏജൻസികളും അത് ഇടപെട്ടില്ല എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടത്. ഇപ്പൊ ഒരു ദിവസമായി അദ്ദേഹം ഈ പ്രസ്താവന നടത്തി കഴിഞ്ഞിട്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ എല്ലാം വളരെ വൈറലായി. ഇന്നലെ ഞാനടക്കം ഇടപെട്ടിട്ടുള്ള ആ സൂചന. അല്ല സർ, ഒരു കാര്യം താങ്കൾ ഇത് പറഞ്ഞുകൊണ്ട്, ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട്, ഇത് കോൺഗ്രസോ ഇടതുപക്ഷമോ അല്ലെങ്കിൽ UDF, LDF ഇതിനെപ്പറ്റി ഒഫീഷ്യലി കംപ്ലൈന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നറിയാം. അവർക്ക് കൊടുക്കാതിരിക്കാൻ ചില രാഷ്ട്രീയ കാരണങ്ങളും പേടികളും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഇത് ശരിക്കും ഇത് കൈകാര്യം ചെയ്യേണ്ടത് നമ്മളുടെ കേരളത്തിലെ സിവിൽ സൊസൈറ്റി അല്ലേ സർ? തീർച്ചയായിട്ടും അല്ല അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ഒരു KSU പ്രാദേശിക നേതാവ് ഇലക്ഷൻ കമ്മീഷന് ഇന്നലെ തന്നെ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് പരാതിക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന പ്രശ്നമില്ല. ഇത് കേരളത്തിന്റെ
ഹൃദയത്തിന് നേരെ ചൂണ്ടിയിട്ടുള്ള ഒരു കഠാരിയാണ്. ഇത് കാണാതിരിക്കാൻ ഇലക്ഷൻ കമ്മീഷനും കേരളത്തിലെ നിയമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള സംവിധാനത്തിനും കേന്ദ്ര ഏജൻസികൾക്കും, ഇപ്പോഴും കേന്ദ്ര ഏജൻസികൾ നിഷ്പക്ഷമാണെന്നും അല്ലെങ്കിൽ അവർ BJPയുടെ കോടാലി കൈയിട്ടല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ ഇലക്ഷൻ കമ്മീഷന് നമുക്കറിയാം അതിൽ നിന്ന് എന്തുമാത്രം നാം പ്രതീക്ഷിക്കണമെന്ന്. എങ്കിൽ പോലും ഇത് കേരളത്തിൽ താങ്കൾ പറഞ്ഞ പോലെ പൗരസമൂഹത്തിന്റെയും, പൊതുസമൂഹം മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെയും, കാരണം കോൺഗ്രസ് ആയാലും CPM ആയാലും മുസ്ലിം ലീഗ് ആയാലും കേരളത്തിലെ ബഹുജന അടിത്തറയുള്ള എല്ലാ പാർട്ടികൾക്കും ഹിന്ദു വോട്ടുകൾ പോകുമോ എന്ന ഭയം കൊണ്ട് മാത്രം ഈ ഗോപാലകൃഷ്ണന്റെ ഈ വിദ്വേഷ പ്രചരണത്തിനെ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ അവരുടെ മുഖം മൂടിയാണ് അഴിഞ്ഞു പോകുന്നത്. അവർ ഈ പറയുന്ന BJP വിരുദ്ധതയ്ക്ക് യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് കേരളത്തിന്റെ മനസാക്ഷി തിരിച്ചറിയും. പക്ഷെ അതിന്റെ വലിയ ഫലമാണ്. കാരണം ഈ രാഷ്ട്രീയ പാർട്ടികളിലൂടെയാണ് അവർ തങ്ങളുടെ ഭാവി തിരഞ്ഞെടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രചരണത്തിന് നേരെ കണ്ണടച്ച രാഷ്ട്രീയ പാർട്ടികളിലോ മുന്നണികളിലോ ഒന്നിനെയാണ് ഈ കേരളത്തിലെ മതനിരപേക്ഷ മലയാളി, അതിലും പ്രത്യേകിച്ച് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. മുസ്ലിം ലീഗിന് പറയുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു മുസ്ലിം പേരുള്ള ഒരു പാർട്ടിക്ക് ഇതിനെ എതിർക്കുന്നതിൽ പരിമിതികളുണ്ടെന്നുള്ളത് നാം മനസ്സിലാക്കണം. കാരണം ആ നിമിഷം അവർ വീണ്ടും ആക്രമിക്കപ്പെടും. ഗോപാലകൃഷ്ണന്റെ കക്ഷികൾ അവരെ വീണ്ടും വർഗീയതയുടെ ചാപ്പക്കുത്തി അവരെ ഒറ്റപ്പെടുത്തും. കാരണം ഇവിടെ നമുക്കറിയാം, ഇവിടെ ഒരു വലിയ ഈഴവ സമൂഹത്തിന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇത്രയധികം വർഗീയത പച്ചയ്ക്ക് പറഞ്ഞിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് ഇന്നലെ ഞാൻ കേട്ടു. അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയോട് നിരവധി ഇന്റർവ്യൂകളിൽ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ താങ്കൾക്ക് സഹിക്കാൻ പറ്റുന്നു? അദ്ദേഹത്തിന്റെ മറുപടി ഇതുവരെ പറഞ്ഞത് തന്നെ അദ്ദേഹം പറയുന്ന ആ നുണയെ ആവർത്തിക്കുകയാണ്. ഇത് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് മുഴുവൻ മുസ്ലിം ലീഗിനെ ആണല്ലോ, അത് വ്യക്തമാക്കിയിട്ടില്ലേ എന്ന്. അപ്പൊ എന്താണ് കാണിക്കുന്നത്? കോൺഗ്രസ് ഒരക്ഷരം പറഞ്ഞിട്ടില്ല. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ചെറിയാൻ ഫിലിപ്പ്, ഈ കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ ഹൈക്കോടതി ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും സംഘത്തെയും SNDPയിൽ നിന്ന് പുറത്താക്കിയിട്ട് കേരളത്തിലെ സതീശനോ പ്രതിപക്ഷ നേതാവോ കേരളത്തിലെ മുഖ്യമന്ത്രിയോ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ ഒരു രാഷ്ട്രീയ സംഘടനയും അത് കണ്ട ഭാവം നടിച്ചിട്ടില്ല. കേരളത്തിലെ ഒരു വലിയ സാമുദായിക സംഘടനയുടെ തലപ്പത്തുണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് പറയാൻ ധൈര്യമില്ലാത്ത ഒരു എന്നിട്ട് അങ്ങനെ പോകട്ടെ, അതിൽ പറയാൻ ധൈര്യമില്ലാത്തത് ഏതെങ്കിലും അദ്ദേഹത്തിനാണോ? വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആളുകൾ പ്രതികരിച്ചില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ എന്തുകൊണ്ട് നമ്മളുടെ ഗോവിന്ദൻ മാഷ് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് സതീശനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും പ്രതികരിക്കുന്നില്ല? ഇത് വളരെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന വോട്ട് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അതിന്റെ അധാർമികതയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇലക്ഷനിലെ രാഷ്ട്രീയ പാർട്ടികളുടെ വിമുഖത നമുക്ക് ഏകദേശം മനസ്സിലാവും. അവര് പലപ്പോഴും പറയാനുള്ള പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണല്ലോ എല്ലാവരും ഇലക്ഷൻ വരുമ്പോൾ. അപ്പൊ ഇത് സിവിൽ സൊസൈറ്റിയുടെ ഒരു കർത്തവ്യമല്ലേ സർ? കേരളത്തിലെ ഒരു സിവിൽ സൊസൈറ്റി സത്യമാണ് ചെറിയാൻ. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഈ പറഞ്ഞതൊക്കെ കേരളത്തിലെ സാംസ്കാരിക നായികന്മാർക്കും നായികമാർക്കും ചേരും. ഒരു സാറാ ജോസഫും ഒരു K സച്ചിദാനന്ദനും ഒരു കൽപ്പറ്റ നാരായണനും ഇതുവരെ ഈ വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയതിന്റെ പേരിൽ ഒരു പ്രതികരണം നൽകിയിട്ടില്ല. പുരോഗമനവാദികളാണ്, മതനിരപേക്ഷവാദികളാണ്, സ്ത്രീപക്ഷക്കാരാണ് പലരും. എന്നിട്ടും ഇതുവരെ ഒരക്ഷരം മിണ്ടാത്ത ആളുകളാണ്. അശോകൻ ചെരുവിൽ മിണ്ടിയിട്ടില്ല, അദ്ദേഹം പൂക്കോസയുടെ ആളാണ്. ഇത്രയും ആളുകൾ എന്തിനും പ്രസ്താവന ഇറക്കുന്ന സാംസ്കാരിക നായകന്മാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനഭ്രംശത്തെ പറ്റി ഒരു ആഹ്ലാദ പ്രകടനം, ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ഒരുപക്ഷെ ഈ ഗുരുവായൂർ സംഭവത്തെ പറ്റി നിങ്ങൾ കേട്ടോ? ഇതുവരെ കേട്ടിട്ടില്ല ഞാൻ. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നു, ഞാൻ പറയുമ്പോൾ പരസ്യമായി, അതാണ് ചെറിയാൻ, പരസ്യമായി നിലപാടെടുക്കാൻ നട്ടെല്ല് വേണം സാംസ്കാരിക നായകന്മാർക്ക്.
ഒരു സിനിമാ നായകനും ഒരു മമ്മൂട്ടിയും മോഹൻലാലും ഏതെങ്കിലും വർഗീയ വിദ്വേഷ പ്രചരണത്തിനെതിരെ വാ തുറന്നിട്ടുണ്ടോ ഇതുവരെ 10 വർഷമായിട്ട്? നിങ്ങൾ മോഹൻലാലും ലാലേട്ടന്റെ ഇന്റർവ്യൂയും മമ്മൂട്ടിയുടെ ഇന്റർവ്യൂയും കൊണ്ട് വോട്ട് തെണ്ടുമ്പോൾ അവർ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയുടെ കുറിച്ച് വാ തുറന്നിട്ടില്ല എന്ന് മലയാളി, ബുദ്ധിയുള്ള മലയാളി, ചോറ് തിന്നുന്ന മലയാളിക്ക് മനസ്സിലാവും. ഇവരെയാണ് താരങ്ങളായി കൊണ്ടു നടക്കുന്നത്. ഇവരെ കാണിച്ചാണ് വോട്ട് നിങ്ങൾ മേടിക്കുന്നത്. നിങ്ങളുടെ ഭാവിയെ കുറിച്ച് വ്യാകുലതയില്ലാത്ത ഒരു വരേണ്യ വർഗത്തിന്റെ എൻഡോഴ്സ്മെന്റിൽ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ജയിക്കാൻ പോകുന്നത്. അത് ചരിത്രം വിധിയെഴുതും തീർച്ചയായിട്ടും. അതിന്റെ ഏറ്റവും ഒടുവിലാണ് പി ഗോപാലകൃഷ്ണന്റെ ഗുരുവായൂർ ഭീഷണി, ഗുരുവായൂർ വെല്ലുവിളി എങ്ങനെ കേരളത്തിലെ പൗരസമൂഹവും രാഷ്ട്രീയ നേതൃത്വവും രാഷ്ട്രീയ അണികളും എടുക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ ആഹ്ലാദകരമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഞാൻ നോക്കുന്നത് അവിടെ ഗുരുവായൂർ ഇതുവരെ ജയിച്ചുകൊണ്ടിരുന്നത് ഒരു CPM മെമ്പറാണ്. അദ്ദേഹം മുസ്ലിം നാമധാരിയാണ് എന്നും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വരേണ്ടത് തന്നെ CPM പാർട്ടി സെക്രട്ടറിയിൽ നിന്നാണ്. അദ്ദേഹം പോലും ഇതുവരെ ആണ് എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എന്ത് കാര്യത്തിലും, ഇത്തരത്തിലുള്ള എന്ത് കാര്യങ്ങളിലും ഓരോ വിഷയത്തിലും എന്റെ നിലപാട് മാറേണ്ടതില്ല. കോൺഗ്രസും മറ്റു പാർട്ടികളും ചെയ്യേണ്ടത് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാക്കുന്നത്. സതീശന് പറയാൻ കഴിയുകയില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് പറയാൻ കഴിയുകയില്ല. അവർക്ക് വെള്ളാപ്പള്ളി നടേശന്റെ വോട്ട് വേണം, ഗുരുവായൂരിലെ ഭക്തന്മാരുടെ വോട്ട് വേണം. പക്ഷേ ഗോവിന്ദ മാഷ്ക്കും പിണറായി വിജയനും അത് കഴിയില്ല. കാരണം അതല്ല അവർ പഠിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയം. അതിന്റെ പേരിലാണ് അവർ ഇതുവരെ ജനങ്ങൾ അവരിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത്. അവിടെയാണ് ആ വ്യത്യാസം. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഇതൊരു അപകട സൂചന ഗുരുവായൂരിൽ നിന്ന് മാത്രമല്ല. ഇന്ന് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട് ശരിയാണെങ്കിൽ കുണ്ടറയിൽ വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരമുണ്ടായ കുണ്ടറയിൽ ഒരു BJP സ്ഥാനാർത്ഥി കയ്യിൽ വാളുമായി, അത് കേരളത്തിലെ ജനങ്ങൾ എപ്പോൾ ശ്രദ്ധിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പൊ താങ്കളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. ഇത് ഗുരുവായൂർ ഒറ്റപ്പെട്ട സംഭവമല്ല, അത് തുടക്കം മാത്രമാണ്. കേരളത്തിൽ കുണ്ടറയിൽ BJP സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുന്നത് കയ്യിൽ വാള്. എന്ത് വാളാണ്? പ്ലാസ്റ്റിക്കിന്റെ ആണോ, കടലാസിന്റെ ആണോ, അതോ ഇരുമ്പിന്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ ചിത്രവും കണ്ടുകൊണ്ടാണ് ഞാൻ താങ്കളുമായി ഈ ചർച്ചയ്ക്കിരിക്കുന്നത്. അത് വളരെ പരിതാപകരമായ ഒന്നാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇവിടെയാണ് കേരളത്തിലെ സിവിൽ സൊസൈറ്റി ഉണരേണ്ടത്. രാഷ്ട്രീയക്കാർക്ക് പറയാൻ വയ്യാത്ത സാഹചര്യങ്ങൾ സിവിൽ സൊസൈറ്റിയാണ്. ഒരു കാര്യം കൂടി താങ്കൾ പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയക്കാർക്കും സാംസ്കാരിക നായകന്മാർക്കും മാധ്യമങ്ങൾക്കും പറയാൻ കഴിയാത്തത് അതും കൂടി പറയണമല്ലോ. നമ്മൾ മാധ്യമക്കാരായതുകൊണ്ട് നമുക്കത് പറയാൻ ബാധ്യതയുണ്ട്. നമ്മളും മാധ്യമ പ്രവർത്തകരാണല്ലോ. അതുകൊണ്ട് പറയുകയാണ്, ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കും പറയാൻ കഴിയാത്ത അതിനെ തടയാൻ കഴിയാത്തത് പോകട്ടെ, പറയാൻ കഴിയാത്ത വിദ്വേഷ പ്രചരണമാണ് ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ ഈ തെരഞ്ഞെടുപ്പിൽ അഴിച്ചുവിടാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇത് പുറത്ത് അകത്തെ തെരഞ്ഞെടുപ്പ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇനി അങ്ങോട്ട് 23-ാം തീയതി വരെയുള്ള കൂട്ടിച്ചേർക്കലുകൾ കൂടി അപകടകരമാം വിധം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും നമ്മൾ മുഖ്യധാരയുടെയും നമ്മളുടെ മാധ്യമങ്ങളുടെയും സാംസ്കാരിക നായകന്മാരുടെയും സിവിൽ സൊസൈറ്റിയുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. 23-ാം തീയതി വരെ വോട്ടുകൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ശ്രദ്ധിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടോ? അത് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വമുണ്ടോ? ഇലക്ഷൻ കമ്മീഷനെതിരായി പരാതിയുമായി പോകാൻ നിങ്ങൾക്കുള്ള ധൈര്യം, മമത കാണിക്കുന്ന ധൈര്യം, ഞാൻ പറയുന്നത് ബംഗാളിൽ മമത കാണിക്കുന്ന ധൈര്യത്തിന്റെ പകുതിയുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നടന്ന SIR-നെ കുറിച്ച് പരാതിയുമായി ഇതിനകം പോകുമായിരുന്നു. അതില്ല. പി ഗോപാലകൃഷ്ണൻ RSSന്റെ വിദ്വേഷ പ്രചരണത്തിനെതിരെ നിങ്ങളുടെ നാവിറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെ തിരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് എന്താണ് കാര്യം സതീശ? എന്താണ് കാര്യം ഭാഷ എന്നാണ് നമുക്ക് ചോദിക്കാൻ.